കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലെ കേരള ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ റോഡിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നത് പതിവാകുന്നു. ബസ്സുകൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറ്റാതെ റോഡിൽ തന്നെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് മൂലം കടുത്ത ഗതാഗത കുരുക്കും അപകട ഭീഷണിയുമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. കുഞ്ചത്തൂർ, തുമിനാട് ഭാഗങ്ങളിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് ഈ അലക്ഷ്യമായ പാർക്കിംഗ് വലിയ തിരിച്ചടിയാകുന്നത്. സ്വകാര്യ ബസ്സുകൾ റോഡിന് മധ്യത്തിൽ തന്നെ നിർത്തിയിടുന്നതിനാൽ വലതുവശത്തുനിന്ന് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും വലിയ അപകടങ്ങൾ ഇവിടെ ഒഴിവാകുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ബസ് ജീവനക്കാരോട് പലതവണ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു ഫലവുമില്ലെന്നാണ് ആക്ഷേപം. ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ശീലം തന്നെ ബസ് ജീവനക്കാർ തുടരുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് തുമിനാട് വാർഡ് മെമ്പർ ഇല്യാസ് തുമിനാട് KCN ന്യൂസിനോട് പറഞ്ഞു. വ്യക്തിപരമായി പലതവണ ബസ് ഡ്രൈവർമാരോട് ഈ അപകടാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും ആ സമയത്ത് മാറ്റാമെന്ന് സമ്മതിക്കുമെങ്കിലും പിന്നീട് പഴയതുപോലെ തന്നെ തുടരുന്നത് നിർഭാഗ്യകരമാണെന്നും ഇല്യാസ് തുമിനാട് പറഞ്ഞു. എൻ്റെ അതിർത്തിയായ തലപ്പാടി പ്രദേശത്ത് ബസ് നിർത്താൻ സംവിധാനം ഉണ്ടായിട്ടും ലോക്കൽ ബസ് അവിടെ നിർത്തുന്നില്ല. എങ്ങനെ ആ ലൈൻ വരിയായിട്ട് നിർത്തുന്നൊന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോട് ഓർണിംഗ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ലൈൻ വരിയായിട്ട് നിർത്താൻ. അവിടെ അതിർത്തി പ്രദേശമായിട്ട് തലപ്പാടിയും കർണാടക കേരള അതിർത്തി ആയതുകൊണ്ട് ബസ് അവിടെ ടേണാവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഈ ലോക്കൽ ബസ് റോട്ടിൽ തന്നെ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ഓർണിംഗ് കൊടുത്തതാണ്. ഇനിയും വീണ്ടും ഇതിലേക്ക് ശക്തമായിട്ട് നിയമ നടപടിയായിട്ട് ഞാൻ ഇതിലേക്കായിട്ട് പോവും. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.